പ്രേക്ഷക പ്രിയ പരമ്പരകൾ പുതിയ സമയമാറ്റത്തോടെ ചട്ടമ്പിപ്പാറു എല്ലാ ദിവസവും രാത്രി 7 മണിക്കും കന്യാദാനം രാത്രി 7:30-നും. ഇതിപ്പോ എവിടെ വെക്കും? സഞ്ജു എന്താ ഇവിടെ? നിനക്കെന്താ മുകുന്ദന്റെ ബൈക്കിന്റെ അടുത്ത് പണി? ഓ, ഇത് അവന്റെ ബൈക്കായിരുന്നോ? എനിക്കറിയില്ലായിരുന്നു. സത്യം പറയടാ, നീ എന്തിനാ ഇങ്ങോട്ട് വന്ന? അത് പിന്നെ സത്യം പറയടാ. എന്താ ഗിരി, എന്താ നിന്റെ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് ഇവനോട് ചോദിക്കും. ഞാൻ ഇവനെ കാണുമ്പോ മുകുന്ദന്റെ ബൈക്കില് മയക്കുമരുന്ന് വെക്കാൻ പോവായിരുന്നു. ഞാൻ എങ്ങാനും ആ വഴിക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇവൻ മുകുന്ദനെ മയക്കുമരുന്ന് കേസിൽ കുടുക്കി അവന്റെ ഭാവി ഇല്ലാതാക്കിയനെ. ഇവനെയൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ടത്. പക്ഷെ ഒരു നിമിഷത്തേക്ക് ഞാൻ ഇവളുടെ കുഞ്ഞിനെ കുറിച്ച് ചിന്തിച്ചു പോയി. അതുകൊണ്ട് മാത്രം ഞാൻ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ മുകുന്ദനോട് ചെയ്തതിന് ഞാൻ നീ അവനെ തല്ലുവോ അതോ കൊല്ലുവോ? പറയടാ. ഗോപാൽജി, കുറെ കാലമായി നിന്റെ തത്വങ്ങൾ ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട്. മുകുന്ദൻ മജിസ്ട്രേറ്റ് ആയി കഴിഞ്ഞാ പിന്നെ എന്താ സംഭവിക്കാന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? മഹിമയ്ക്ക് എങ്ങനെയെങ്കിലും മാധവന്റെ കൊലയാളികളെ ജയിലിലടക്കണമെന്നേ ഉള്ളൂ. മുകുന്ദൻ മജിസ്ട്രേറ്റ് ആയി കഴിഞ്ഞാ അവൾക്കതെല്ലാം ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. നീ ഞാനൊക്കെ ജയിലിൽ കിടക്കേണ്ടി വരുന്ന അർത്ഥം. നിനക്കൊരു കുഞ്ഞുണ്ടാവാൻ പോവാ. ഈ അവസ്ഥയില് നിനക്ക് ജയിലിൽ കിടക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടാവില്ലെന്നാ എന്റെ കണക്കുകൂട്ടല്. ഗോപാൽജിയും കൂടി അറിഞ്ഞിട്ടാണോ സഞ്ജു മുകുന്ദനെ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കിയത്? അതെ, ഞാൻ പറഞ്ഞിട്ട് തന്നെയാ ഇവനത് ചെയ്തത്. നീ പറയുന്നത് കേട്ടിട്ടാ ഞാൻ മഹിമയൊന്നും ചെയ്യാതെ വിട്ടത്. എന്നിട്ടിപ്പോ എന്തായി? അവള് കാരണം എനിക്ക് ഈ നാട്ടിൽ തലയുയർത്തി നടക്കാൻ പറ്റില്ലെന്നായി. മുകുന്ദനെ ഞാൻ മത്സരടാകം വിട്ടു കഴിഞ്ഞാലുണ്ടല്ലോ ഇതൊക്കെ തന്നെയാ സംഭവിക്കാൻ പോകുന്നത്. എനിക്ക് ആ റിസ്ക് എടുക്കാൻ പറ്റില്ല ഗിരി. ഗോപാൽജി, അവൻ എന്റെ ഏറ്റവും നല്ല കൂട്ടുകാരനാ. നിനക്കെതിരെ ഒരു കേസിൽ വിധി പറയുമ്പോ അവൻ ആ പരിഗണന നിനക്ക് തരില്ല. അങ്ങനൊരു പരിഗണന ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷയും ഞാൻ അനുഭവിക്കണം. എനിക്ക് വേണ്ടി അവൻ അവന്റെ ജോലിയോട് നെറുകേട് കാണിക്കുന്നത് എനിക്കിഷ്ടമല്ല. ചേട്ടന്റെ ഈ തത്വങ്ങളൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ജീവിതത്തിൽ അതൊന്നും പ്രാവർത്തികമല്ല. ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചവരാ നിങ്ങളൊക്കെ. പക്ഷെ നിങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നവരാണെന്ന് അറിഞ്ഞപ്പോ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വരെ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നിമിഷമായിരുന്നു. മുകുന്ദന് മാജിസ്ട്രേറ്റ് ടെസ്റ്റ് കിട്ടിയതിന് ഈ സമ്മാനം അവന് കൊടുക്കാൻ പോവായിരുന്നു. നീയും നിന്റെ ഒരു മുകുന്ദനും അവന്റെ ഒരു ഗിഫ്റ്റും. ഇനി ആ തെണ്ടിയുടെ പേര് എനിക്ക് കേക്കണ്ട. ഗിരി, വിട്. സോറി ഗോപാൽജി. നീ എന്റെ കോളറി പിടിച്ചല്ലേ? നീ ഇതും ഇതിന്റെ അപ്പുറവും ചെയ്യും, എനിക്കറിയാം. നീ മഹിമയും കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് എനിക്ക് പണി തരുന്നത് ഞാൻ അറിയില്ലെന്ന് നീ കരുതിയോ? ഞാൻ എന്ത് ചെയ്തെന്നാ ഗോപാൽജി പറയുന്നേ? നിന്റെ സഹായത്തോട് കൂടിയാ മഹിമ അച്ഛനെതിരെ എല്ലാ നീക്കങ്ങളും നടത്തിയത്. കൃത്യമായിട്ട് അവള് മോഷ്ടിക്കാൻ വരുമ്പോ നീ മുങ്ങും. അതുപോലെ ആ വിജിലൻസ് ഓഫീസർ വന്നപ്പോ ഇവനവര് നാടകക്കാരാണെന്ന് പറഞ്ഞ് ഡാഡിയെ തെറ്റിദ്ധരിപ്പിച്ചു. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നീ എന്നെ ചതിക്കാൻ വേണ്ടി ചെയ്തതാ. ഗോപാൽജി എന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാണോ? ശരി, ഇപ്പോഴെങ്കിലും ഞാൻ നിന്നോട് ഒരേ ഒരു ചോദ്യം ചോദിക്കാം. നീ സത്യസന്ധമായിട്ട് ഉത്തരം പറയണം.
നിനക്ക് ഞാനാണോ മുകുന്ദനാണോ വലുത്? മുകുന്ദൻ. എനിക്കറിയാമായിരുന്നു. അവനും മഹിമയും മഞ്ജു എല്ലാം പറയുന്നത് കേട്ട് നീ എനിക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞു. ഏയ്, നീയും നിന്റെ അച്ഛനെ പോലെ നിറിവുള്ളൊരു ജോലിക്കാരനാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ നീ എന്റെ ശങ്കരനെ പോലെ അല്ല. മതി ഗോപാൽജി. ഇനി നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാ ഞാനും മോശമായിട്ട് പ്രതികരിച്ചു എന്ന് വരും. അത് വേണ്ട. ഗോപാൽജിക്ക് എന്നെ വിശ്വാസമില്ലെന്ന് വ്യക്തമായ സ്ഥിതിക്ക് ഇനി നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നതിൽ ഒരർത്ഥമില്ല. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. പിന്നെ ഞാൻ കൂടെയുള്ള ജോലി നിർത്തിയെന്ന് കരുതി ഗോപാൽജിക്കെതിരെ പോലീസിൽ മൊഴി നൽകുമെന്നൊന്നും കരുതണ്ട. അങ്ങനൊരു നെറുകേട് ഗിരി കാണിക്കില്ല. കാരണം ഞാൻ ശങ്കരന്റെ മകനാണ്.